എന്തായാലും ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണ്. പിന്നെ അനശ്വരെ സംബന്ധിച്ച് അനശ്വര ചെയ്തതിനേക്കാളും ഇതൊരു വെറൈറ്റിയാണ്. അനശ്വരയ്ക്ക് ഒരു ഇത്രയും നാളും ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പൊ രേഖാചിത്രം അതൊന്നും മാറിയിട്ടുള്ള വേറൊരു സംഭവമാണ് ഈ ഒരു അനശ്വര ചെയ്തത്. പിന്നെ അർജുൻ അശോകൻ പിന്നെ നല്ലൊരു എന്താ പറയുക, നമ്മൾ രോമാഞ്ചത്തിലേക്ക് ആ ഒരു ഫേസും ആ ഒരു ചിരിയും കാര്യങ്ങളെല്ലാം അതൊന്ന് മേളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരു ത്രില്ലിംഗ് ആണ് പടം, നല്ല രസമുണ്ട്, എല്ലാവരും കാണണം, നല്ല രസമാണ്. ഫുള്ള് ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. ത്രില്ലിങ് ഇന്റർവെല്ലിന് ശേഷം നമുക്കൊരു നമ്മളെ ഇരുത്തും, ഒരു ത്രില്ലിംഗ് ഉണ്ട്. അതിന് മുന്നേ വരെ നമ്മളൊരു ഇമോഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു എന്താ പറയുക ഒരു കണക്ഷൻ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ശേഷമാണ് നമുക്ക് ആ ഒരു ത്രില്ലർ ഉണ്ടാവുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. കേട്ടില്ല, ട്വിസ്റ്റ് ഒരുപാടൊന്നുമില്ല, എന്നാലും ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കും ക്ലൈമാക്സ് വരെ നമ്മളൊരു സംഭവം നമ്മളെ മനസ്സിലുണ്ടാവും, അർജുൻ അശോകൻ ഇന്നതാണ്. പക്ഷെ നമുക്ക് അവിടെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് അതല്ല എന്നുള്ളൊരു സംഭവം മാറും. എന്തായാലും സബ്ജക്ട് കൊള്ളാം, നല്ല രസം. അർജുൻ അശോകന്റേത് ഇത്രയും നാൾ ഇപ്പൊ രോമാഞ്ചത്തിലാണ് എനിക്ക് തോന്നുന്നത് അർജുൻ അശോകൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊന്നും വേറൊരു രീതിയിലാണ്. പിന്നെ ആ ഒരു ചിരി, ആളുടെ ആ ഒരു ചിരി പാഷൻ ആ ഒരു സാധനം ഉണ്ട്. എന്നാലും ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അർജുൻ അശോകൻ കൊള്ളാം, നല്ല സംഭവമാണ്. ഏതാ സൈക്കോ അല്ല സംഭവം വേറൊരു സംഭവമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് വരെ അർജുൻ അശോകൻ ഇന്ന ആളാണെന്ന് നമുക്ക് ഒരു ചിന്ത ഉണ്ടാവും, പക്ഷെ അതല്ല. ക്ലൈമാക്സ് വരുമ്പോൾ നമുക്ക് ആള് മാറും. നമ്മൾ ചിന്തിക്കും, നമ്മൾ കാണുന്നവർക്ക് വിചാരിക്കും അർജുൻ അശോകൻ ഇതാണ് സംഭവം എന്ന്, പക്ഷെ സംഭവം അതല്ല. നമ്മൾ പിന്നെയും നമ്മളൊരു ട്വിസ്റ്റ്. പിന്നെ അനശ്വരയാണ് പറയാനുള്ളത്. അനശ്വര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് അനശ്വര. എന്തായാലും കൊള്ളാം, സംഭവം എല്ലാവരും കാണാം. ക്ലൈമാക്സ് എല്ലാരും കൊള്ളായിരുന്നു, നല്ല പടം. കോമഡിയാണോ അതോ ത്രില്ലറാണോ, എന്ത് ടൈപ്പ് പടം? എല്ലാം ഉണ്ട്, കണ്ടിരിക്കാം, ഫുൾ പാക്കേജ്. ഓക്കെ, നല്ല വെറൈറ്റി ഫാമിലി മൂവി അടിപൊളിയാണ്, നല്ലായിരുന്നു. പടം നല്ലൊരു എന്റർടൈനറാണ്, ഒരു കോമഡി ത്രില്ലറാണ്. അനുശ്വരാജിന്റെ ആക്ഷൻ പെർഫോമൻസ് 80 നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ടൈമാണ്. പിന്നെ ഇയാൾ അർജുൻ അശോക് ദാർസിന്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന, അപ്പൊ ഇയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് എല്ലാം കൊണ്ടും നല്ല മെസ്സേജ് ഉണ്ട് അവസാനം. ആദ്യം ഏറ്റവും തോന്നിയ ആ അച്ഛന്റെ കാസ്റ്റ് ശരിയായി. അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനറാണ്. അവസാനം നല്ല മെസ്സേജ് ഉണ്ട്. ഫാമിലിയിൽ പോയി കാണാനുള്ള പടമാണ്. പടം ഇറ്റാൻ വേണ്ടിയാണ്. ലാഗൊന്നും അങ്ങനെ ഇല്ല. ആദ്യം കുറച്ച് പ്രഡിക്റ്റബിൾ തോന്നും, പക്ഷെ പിന്നീട് കുഴപ്പമില്ല, പ്രഡിക്റ്റബിൾ അല്ല. സെക്കൻഡ് ഹാഫും പ്രഡിക്റ്റബിൾ അല്ല, കണ്ടിരിക്കാം, നല്ലൊരു എന്റർടൈനറാണ്. അനശ്വരത്തുണ്ട്, ആക്ഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. പ്രേമലൂടെ ഇയാൾ മമത കയറി വന്നതാണ്. അപ്പൊ അനശ്വര തിരിച്ചു വരികയാണ്. രേഖാചിത്രം നല്ലതായിരുന്നു. അപ്പൊ എന്നും പുണ്യാൾ നല്ല പടം. എനിക്ക് അടുത്തൊരു ഉർവശിയിലാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈപ്പ് ആക്ടിങ് ആണ് അനശ്വര. വളരെ നാച്ചുറൽ ആക്ടിങ്, വളരെ ടാലന്ററാണ്. പിന്നെ അർജുൻ അശോക് ആണെങ്കിൽ ഭയങ്കര എക്സെൻട്രിക് ആക്ടിങ് നന്നായി ചെയ്തിട്ടുണ്ട്. സൈക്കോ ക്യാരക്ടറാണ്, കുറച്ച് സൈക്കോ തോന്നും, കുറച്ച് സൈക്കോ കഥാപാത്രം. പക്ഷെ പറയില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു എക്സെൻട്രിക് കഥാപാത്രമാണ്. അവസാനം കുറെ ട്വിസ്റ്റ് ഉണ്ട്, വിചാരിക്കുന്ന പോലെ അല്ല. അവസാനം നല്ലൊരു മെസ്സേജും ഉണ്ട്.